ഇന്ന് +2 ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പരിചയപ്പെടാം. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. പാഠത്തിലെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പാഠത്തിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ എന്ന് പരിചയപ്പെടാം. ആദ്യം പാഠത്തിന്റെ തുടക്കം തന്നെ ടോപ്പിക്ക് പറഞ്ഞ ഇലക്ട്രിക് ചാർജിനെ പറ്റി പറയാം. എന്താണ് ഇലക്ട്രിക് ചാർജ്, എന്താണ് ഇലക്ട്രിക് ചാർജിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് ചാർജിനെ നിർമ്മിക്കുന്ന പരിപാടി, ചാർജിങ്, ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അതിനുശേഷം ചാർജിനെ സംബന്ധിച്ച ഏറ്റവും ബേസിക് ലോ കൂളംബ്സ് ലോയെ പറ്റി സംസാരിക്കുന്നു. അതിനുശേഷം ചാർജുകൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, ഒന്നിലധികം ചാർജുകൾ ഉണ്ടാക്കുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റി, ഇവരെ പറ്റിയൊക്കെ സംസാരിക്കണം. അതിനുശേഷം ഇലക്ട്രിക് ഫ്ലെക്സിനെ പറ്റി പറയണം. ശേഷം ഇലക്ട്രിക് ഡൈപോളിനെ പറ്റി സംസാരിക്കും. ഏറ്റവും അവസാനം പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ഗോസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഗോസ് നിയമവും അതിന്റെ ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ പാഠം പൂർണ്ണം. അപ്പൊ പാഠത്തിലേക്ക് കടക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. നമുക്കറിയാം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജുകളെ പറ്റിയാണ്. ചാർജുകൾക്ക് റെസ്റ്റിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, മൂവ്മെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി, മോഷനുള്ള ചാർജുകളെ പറ്റി, രണ്ട് ആൾക്കാരെ പറ്റി +2 നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ റെസ്റ്റിലുള്ള ചാർജും അതിന്റെ പ്രതിഭാസങ്ങളും അതിന്റെ അനുബന്ധങ്ങളും മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. അപ്പൊ റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ വാക്കിൽ തന്നെ ഉണ്ട് സ്റ്റാറ്റിക്സ്. എന്നാൽ ചാർജിന് മൂവ് ചെയ്യാൻ കഴിയും. നമുക്കറിയാം ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. ആ ഇലക്ട്രോണിന്റെ ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക. ആ കറണ്ടിനെ പറ്റി, ചാർജുകളുടെ ഫ്ലോയെ പറ്റി പഠിക്കുന്ന പഠനശാഖയുടെ പേരാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അങ്ങനെ രണ്ട് ശാസ്ത്രശാഖകളുണ്ട് ചാർജിനെ പറ്റി പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ ചാർജുകളെ പറ്റിയാണല്ലോ പറയുന്നത്. ബേസിക് ആയിട്ട് രണ്ട് ചാർജുകളാണ്, ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. എങ്ങനെയാണ് ചാർജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ മൂലം, വിനിമയം മൂലമാണ് എന്തുണ്ടാവുക, ചാർജ് ഉണ്ടാവുക. ഒരു ബോഡിക്ക് ഇലക്ട്രോണിനെ നേടിയെടുക്കാനും നഷ്ടപ്പെടുത്താനും സാധിക്കും. നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഒരു ബോഡി ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ നെഗറ്റീവ് ചാർജിനെ നഷ്ടപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ എന്ത് കൂടി വരും, പോസിറ്റീവ് ചാർജ് കൂടി വരും. അപ്പം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അയാൾക്ക് എന്ത് ചാർജ് ലഭിക്കും, പോസിറ്റീവ് ചാർജ് ലഭിക്കും. എന്നാൽ ഇലക്ട്രോണിനെ ഒരു ബോഡി നേടിയെടുത്താലോ അയാൾ നെഗറ്റീവ് ചാർജിനെ നേടിയെടുക്കുന്നു. നെഗറ്റീവ് ചാർജിനെ നേടിയെടുത്താൽ നെഗറ്റീവായിട്ട് മാറുക കൂടി. അപ്പോൾ ഇലക്ട്രോണിനെ നേടിയെടുത്താൽ നെഗറ്റീവ് ആവും, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ പോസിറ്റീവ് ചാർജ്. അങ്ങനെ അടുത്ത രണ്ട് വിഭാഗക്കാരെ പറ്റി കൂടെ പാഠം തുടങ്ങുന്നതിന് പറഞ്ഞിരിക്കണം. ഒന്ന് കണ്ടക്ടേഴ്സ്, മറ്റൊന്ന് ഇൻസുലേറ്റേഴ്സ്. ആരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം? ഇലക്ട്രോണിന്റെ പാസേജ് അനുവദിക്കുന്നവരെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ വളരെ എളുപ്പം കടത്തിവിടുന്ന വിഭാഗങ്ങളെ, ആ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. നമുക്ക് ഒരുവിധ എല്ലാ മെറ്റൽസും എല്ലാ ലോഹങ്ങളും എന്തിന് എക്സാമ്പിൾ ആണ്? കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി മറ്റൊരു വിഭാഗമാണ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രോണിന്റെ പാസേജിന് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പാസേജിന് വളരെ ഉയർന്ന റെസിസ്റ്റൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ആ വസ്തുക്കളെ പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ. അപ്പൊ പാഠത്തിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇലക്ട്രിക് ചാർജിനെ പറ്റിയുള്ള ആദ്യത്തെ ടോപ്പിക് ചാർജിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രിക് ചാർജുകളെ പറ്റിയാണ്. അപ്പൊ ന്യൂട്രൽ ബോഡിയിൽ ചാർജ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ന്യൂട്രൽ ബോഡിയിൽ ആരെ ക്രിയേറ്റ് ചെയ്യണം? ചാർജിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ന്യൂട്രൽ ബോഡിയിൽ നിന്നും ചാർജിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ചാർജ്. ഇനി എങ്ങനെയാണ് ചാർജിങ് സാധ്യമാകുക എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ വഴി, ഇലക്ട്രോണുകളുടെ കൊടുക്കൽ വാങ്ങൽ വഴിയാണ് എന്തിനെ നമ്മൾ ഉണ്ടാക്കുന്നത്? ചാർജിനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ചാർജിങ് എന്ന പ്രോസസ് നടക്കുന്നത്. അങ്ങനെ ചാർജിങ് എന്ന പ്രോസസ് പ്രധാനമായും 3 രീതിയിൽ നടത്താൻ കഴിയും. ഒന്നാമത്തെ മെത്തേഡിന്റെ പേര് റബ്ബിംഗ് അഥവാ ഫ്രിക്ഷണൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് കണ്ടക്ഷൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡിന്റെ പേര് ഇൻഡക്ഷൻ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡിനെ പറ്റി പറയാം, റബ്ബിംഗ് അഥവാ ഫ്രിക്ഷണൽ മെത്തേഡ്. എന്താണ് റബ്ബിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ വാക്ക് പറയുന്നത് പോലെ തന്നെ രണ്ട് മെറ്റീരിയൽസ് എടുക്കുക, രണ്ട് വസ്തുക്കൾ എടുക്കുക, പരസ്പരം റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും? രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ചാർജസ് കിട്ടും. ഈ മെത്തേഡിന്റെ പേരാണെന്ത്? റബ്ബിംഗ് മെത്തേഡ്. ഇനി മെത്തേഡിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങൾ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ എടുക്കുക. രണ്ട് വസ്തുക്കൾ എടുത്ത് റബ്ബ് ചെയ്യുന്ന സമയത്ത്, നന്നായി ഉരസുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? നമുക്കറിയാം രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിൽ വന്നു, അവര് നല്ല രീതിയിൽ മോഷൻ ഉണ്ടാവും, അവരെ ഉരസുക നമ്മൾ. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ രണ്ട് ബോഡീസിനെ നോക്കുന്ന സമയത്ത് ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാളിൽ ഇലക്ട്രോൺസ് ലൂസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും. ഒരാളിൽ ടൈറ്റും ആയിരിക്കും, ഒരാളിൽ ഇലക്ട്രോൺസ് എന്താ ലൂസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഈ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ആര് അബ്സോർബ് ചെയ്യും? ഇതിനകത്ത് ഇലക്ട്രോൺസ് ലൂസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന വസ്തു ആരാണോ അയാൾ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അയാൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? പുറത്ത് ചാടും. ആ പുറത്ത് ചാടുന്ന ആളെ പുറത്ത് ചാടുന്ന ഇലക്ട്രോണുകളെ ആര് അബ്സോർബ് ചെയ്യും? ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള വസ്തു അബ്സോർബ് ചെയ്യും. അപ്പൊ നഷ്ടപ്പെടുത്തിയാൽ ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന വസ്തുവിന് ആരെ നഷ്ടമായി? ഇലക്ട്രോണിനെ നഷ്ടമായി. അയാൾക്ക് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. ആ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന വസ്തു ആരെ നേടിയെടുത്തു? ഇലക്ട്രോണിനെ നേടിയെടുത്തു. അയാൾക്ക് എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ്. അങ്ങനെ ആ രണ്ട് വസ്തുക്കളിൽ എന്തുണ്ടായി? ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടായി. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എടുക്കുന്ന രണ്ട് എക്സാമ്പിൾ ആണ് ഗ്ലാസും സിൽക്കും.
ഒരു കയ്യിൽ ഗ്ലാസിനെ മറു കയ്യിൽ സിൽക്കിനെ എടുക്കുക, എന്നിട്ട് നീ നല്ലപോലെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് എനർജി ഉണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. ഗ്ലാസിനെ സിൽക്കിനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? സിൽക്കിനെ അപേക്ഷിച്ച് ഗ്ലാസ് കുറച്ചുകൂടെ ലൂസ്ലി പാക്കഡ്, എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്താ വളരെ കട്ടിക്കൊന്നും പാക്കഡ് അല്ല. പക്ഷെ സിൽക്ക് നല്ല ബലമായിട്ട് പാക്ക് ചെയ്തിരിക്കും. അപ്പൊ സിൽക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂ ഇല്ല. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ആര് അബ്സോർബ് ചെയ്യും? ഗ്ലാസിലെ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. ഗ്ലാസിലെ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ 4 വെളിയിലേക്ക് ചാടും. ഗ്ലാസിലെ ഇലക്ട്രോൺസ് വെളിയിലേക്ക് ചാടും. ഈ വെളിയിലേക്ക് ചാടുന്ന ഗ്ലാസിലെ ഇലക്ട്രോൺസിനെ ആര് അബ്സോർബ് ചെയ്യും? സിൽക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ ഗ്ലാസിന് ആരെ നഷ്ടപ്പെട്ടു? ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. ഗ്ലാസ് ഏത് ചാർജിലേക്ക് പോകും? ലാക്ക് ഓഫ് ഇലക്ട്രോൺസ്, എന്താ? പോസിറ്റീവ് ചാർജ്. ആ ഇലക്ട്രോണിനെ ആര് നേടിയെടുത്തു? സിൽക്ക് നേടിയെടുത്തു. സിൽക്ക് ഏത് ചാർജിലേക്ക് പോകും? നെഗറ്റീവ് ചാർജ്. ഈ പരിപാടിക്കാണ് എന്തെന്ന് പറയുക? റബ്ബിംഗ് മെത്തേഡ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഫ്രിക്ഷണൽ മെത്തേഡ്. കാരണം എന്താ? നമുക്കറിയാം രണ്ടുപേരെ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്തു, രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായി. എവിടാണോ കോണ്ടാക്ടും റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഞാൻ 1-2 സ്പെഷ്യാലിറ്റീസ് പറയാം. ഒന്ന്, ഈ മെത്തേഡ് ആർക്ക് മാത്രമേ സൂട്ടബിൾ ആവൂ? ഇൻസുലേറ്റേഴ്സിന് മാത്രം. എന്താ കാരണം? കാരണം ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ 2 ഇൻസുലേറ്റേഴ്സിനെ റബ്ബ് ചെയ്യുക, അവിടെ ഹീറ്റ് എനർജി ഉണ്ടായി, ഒരാൾ ഇലക്ട്രോൺസിനെ വിട്ടുകളഞ്ഞു, മറ്റേയാൾ നേടിയെടുത്തു. ഈ റബ്ബിങ്ങിന് ശേഷം ഈ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഉണ്ടല്ലോ അയാൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഇയാൾ എന്താ? ഇൻസുലേറ്റർ എന്തിനെ കടത്തിവിടത്തില്ല? ഇലക്ട്രോണിന്റെ പിന്നുള്ള പാസേജിനെ അനുവദിക്കൂ ഇല്ല. അപ്പൊ നേടിയെടുത്ത ഇലക്ട്രോണിനെ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ ഇല്ല. അപ്പം രണ്ടുപേരും ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവർ തമ്മിൽ എന്തിന് കൈമാറ്റം പറ്റത്തില്ല? ഇലക്ട്രോൺസിന്റെ കൈമാറ്റം സാധിക്കത്തില്ല. റബ്ബിങ്ങോട് മാത്രം കിട്ടിയ ഹീറ്റ് എനർജി കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്ത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇലക്ട്രോൺസ് പോയത്. അല്ലാതെ ആക്ച്വൽ വെറുതെ കോണ്ടാക്റ്റിൽ ഇരുന്നാൽ ഇലക്ട്രോണും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പം നഷ്ടപ്പെടുത്തിയ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആരാണോ ഇലക്ട്രോണിനെ നേടിയെടുത്തത് അയാൾ ആ ഇലക്ട്രോണിനെ അവിടെ തന്നെ റിമെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ ചാർജ് സ്റ്റേഷനറി ആയിട്ട് നിലനിൽക്കും. എന്നാൽ ഈ മെത്തേഡ് ആർക്ക് പറ്റത്തില്ല? കണ്ടക്ടേഴ്സിന് സാധ്യമല്ല. കാരണം കണ്ടക്ടേഴ്സിന്റെ കേസിൽ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും 2 കണ്ടക്ടേഴ്സിനെ എടുക്കുക, 2 കണ്ടക്ടേഴ്സിനെ റബ്ബ് ചെയ്യുക. പ്രോസസ് എല്ലാം ഇതുപോലെ തന്നെ. അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും, ഒരാൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, അയാൾ വെളിയിൽ ചാടും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. എന്നാൽ ഈ റബ്ബിങ്ങിന് ശേഷം ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ ഇരിക്കുമല്ലോ. കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? അവർ എന്തിനെ അലോ ചെയ്യുന്നവരാ? ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ അലോ ചെയ്യുന്നവരാ. അപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അൺലൈൻ ചാർജസ് അട്രാക്ട്, ലൈൻ ചാർജസ് റിപ്പൽ. അപ്പൊ എന്ത് ചെയ്യും? കണ്ടക്ടറിന്റെ കേസിലാണെങ്കിൽ ഇവർ റബ്ബ് ചെയ്തു, എന്താ? 2 ചാർജ് നേടിയെടുത്തു, ഓപ്പോസിറ്റ് ചാർജസ്. പക്ഷെ എന്ത് ചെയ്യും? ഈ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താ? നമുക്കറിയാം ഇവർ കണ്ടക്ടേഴ്സ്. അപ്പൊ ഇവർ എന്തിന്റെ പാസേജിനെ അലോ ചെയ്യും? ഇലക്ട്രോണിന്റെ പാസേജിനെ അലോ ചെയ്യും. ആ കിട്ടിയ നെഗറ്റീവ് ചാർജിനുള്ള ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോരും? ആ പോസിറ്റീവ് ചാർജ് ബോഡിയിലേക്ക് തിരിച്ചു പോരും. അപ്പൊ ചാർജ് നിലനിൽക്കൂ ഇല്ല. നമുക്ക് ചാർജ് നിലനിൽക്കണമല്ലോ, കുറച്ച് നിമിഷത്തേക്ക് പോരാല്ലോ. അപ്പൊ ഈ മെത്തേഡ് എന്തിന് സാധ്യമല്ല? കണ്ടക്ടേഴ്സിന് സാധ്യമല്ല. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഇത് എല്ലാ ചാർജിങ് മെത്തേഡിനും ആപ്ലിക്കബിൾ ആണ്. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ചാർജിങ് മുഖാന്തരം വസ്തുവിന്റെ മാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ല? നമുക്കറിയാം ഇവിടെ ചാർജിങ് ഇങ്ങനെ സാധ്യമായത് ത്രൂ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഒരാള് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, മറ്റൊരാൾ ഇലക്ട്രോണിനെ നേടിയെടുത്തു. നമുക്കറിയാം ഇലക്ട്രോണിന് ഒരു നിശ്ചിത മാസ് ഉണ്ട്. ഇലക്ട്രോണിന്റെ മാസ് എത്ര? 9.1 × 10⁻³ കിലോഗ്രാം. നമ്മുടെ എക്സാമ്പിൾ നോക്കാം, ഗ്ലാസിന്റെ സിൽക്കിന്റെ. അവിടെ ഗ്ലാസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അപ്പൊ ഗ്ലാസ് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ ഗ്ലാസ് എത്ര മാസ് കുറയും? ഗ്ലാസിന്റെ 9.1 × 10⁻³ കിലോഗ്രാം. അപ്പൊ എത്രത്തോളം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു അത്രത്തോളം എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? മാസ് കുറയും. അപ്പൊ പോസിറ്റീവ്ലി ചാർജ് ബോഡിയുടെ എന്ത് കുറഞ്ഞു വരും? മാസ് കുറഞ്ഞു വരും. അവിടെ സിൽക്ക് ആരെ ഗെയിൻ ചെയ്തു? ഇലക്ട്രോണിനെ നേടിയെടുത്തു. ഒരു ഇലക്ട്രോണിനെ നേടിയെടുത്താൽ എത്ര മാസ് കൂടും? 9.1 × 10⁻³ കിലോഗ്രാം മാസ് കൂടും. അപ്പൊ എത്ര ഇലക്ട്രോണിനെ നേടിയെടുക്കുന്നു അതിനനുസരിച്ച് നെഗറ്റീവ്ലി ചാർജ് ബോഡിക്ക് എന്ത് കൂടിക്കൂടി വരും? മാസ് കൂടിക്കൂടി വരും. അപ്പൊ ചാർജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തിന് മാറ്റം ഉണ്ടാകും? മാസിന് മാറ്റം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് എക്സാമ്പിൾസ് തന്നേക്കുക. എന്താ? കുറച്ച് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അതായത് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചാർജ് നേടുന്ന ഇൻസുലേറ്റേഴ്സ്. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, പോസിറ്റീവ് ചാർജ്. നേടിയെടുക്കുന്ന സിൽക്ക് നെഗറ്റീവ് ചാർജ്. അടുത്ത ആളെന്താ? ഡ്രൈ ഹെയർ, കോമ്പ്. നമ്മുടെ മുടി ഉണങ്ങിയ നമ്മുടെ മുടി നമ്മൾ നല്ലോണം കോമ്പിട്ട് നല്ലോണം ഉരച്ചു പോകണം. കുറച്ചേരം നമുക്ക് എന്ത് തോന്നും? നമ്മുടെ കോമ്പ് സ്റ്റിക്കി ആയിട്ട് തോന്നും. എന്ന് വെച്ചാൽ നമ്മുടെ ചീപ്പ് മുടിയിൽ പറ്റി പിടിച്ചിരിക്കാനാണ്. എന്താ കാരണം? ഒന്ന്, നമ്മുടെ മുടിയിൽ എന്തുണ്ടായി? പോസിറ്റീവ് ചാർജ് ഉണ്ടായി. നമ്മുടെ റബ്ബിങ്ങിന്റെ ഫലമായിട്ട് നമ്മുടെ ചീപ്പിൽ എന്തുണ്ടായി? നെഗറ്റീവ് ചാർജ് ഉണ്ടായി. ഈ 2 ഓപ്പോസിറ്റ് ചാർജ് എന്ത് ചെയ്യുക? പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് എന്ത് തോന്നുന്നത്? ഒരു ആകർഷണ ബലം ഫീൽ ചെയ്യുന്നത്. അടുത്ത എബണൈറ്റ്. ഒരു തരം റബ്ബറിന്റെ പേരാണത് എബണൈറ്റ്. എബണൈറ്റ് നമ്മുടെ പോളിത്തീനുമായിട്ട് റബ്ബ് ചെയ്താൽ എബണൈറ്റ് ഏത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കും. എന്നാൽ പോളിത്തീനോ? നെഗറ്റീവ് ചാർജ്. അടുത്ത എന്താ? ബോളും പ്ലാസ്റ്റിക്കും. ബോളും പ്ലാസ്റ്റിക്കും റബ്ബ് ചെയ്താൽ ബോൾ പോസിറ്റീവ് ആവും,
പ്ലാസ്റ്റിക് നെഗറ്റീവോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഏത് മെത്തേഡിനെ പറ്റി പറയാൻ, റബ്ബിംഗ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ മെത്തേഡ്. അപ്പൊ ഒരു വട്ടം കൂടെ പറയാം. ചാർജിങ്ങിന്റെ ഒന്നാമത്തെ മെത്തേഡാണ് റബ്ബിംഗ് അഥവാ ഫ്രിക്ഷണൽ മെത്തേഡ്. രണ്ട് വസ്തുക്കളെ എടുക്കുക, രണ്ടുപേരെ തമ്മിൽ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഏത് എനർജി ഉണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരാളിൽ ഇലക്ട്രോൺസ് ലൂസിലി പാക്ഡ് ആയിരിക്കും, മറ്റൊരാളിൽ ഇലക്ട്രോൺസ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഈ ലൂസിലി പാക്ഡ് ആയിട്ടുള്ള ബോഡി ആരെ അബ്സോർബ് ചെയ്യും? റബ്ബിംഗ് മൂലം ഉണ്ടായ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വെളിയിൽ ചാടും. ആ വെളിയിൽ ചാടുന്ന ഇലക്ട്രോണെ ആരെടുക്കും? ടൈറ്റ്ലി പാക്ഡ് ബോഡി എടുക്കും. അതിന്റെ ഫലമായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്യുന്ന ബോഡിക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. നഷ്ടപ്പെടുത്തിയ ലൂസിലി പാക്ഡ് ബോഡി എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടായി രണ്ടുപേരുടെ ആക്ച്വൽ കോൺടാക്റ്റിലൂടെ റബ്ബിങ്ങിലൂടെ. മെത്തേഡിന്റെ മറ്റൊരു പേരെന്താ? ഫ്രിക്ഷണൽ മെത്തേഡ്. രണ്ടുപേരെ റബ്ബ് ചെയ്തു, അവിടെ ഹീറ്റ് എനർജി ഉണ്ടായി, അതുകൊണ്ട് റിലേറ്റീവ് മോഷൻ ഉണ്ടായി. അതുകൊണ്ട് മെത്തേഡിനെ എന്തെന്നും പറയുന്നു? ഫ്രിക്ഷണൽ മെത്തേഡ്. മെത്തേഡ് ആർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും? ഇതാണ് പ്രത്യേകത, ഇൻസുലേറ്റേഴ്സിന് മാത്രം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ച് ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ തിരിച്ച് എവിടെ വരത്തില്ല? ഇൻസുലേറ്റേഴ്സിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം അവർ വീണ്ടും തിരിച്ച് ആരെ കടത്തിവിടത്തില്ല? ഇലക്ട്രോണുകളെ കടത്തിവിടത്തില്ല. എന്നാൽ ഈ മെത്തേഡ് ആരിൽ പറ്റില്ല? കണ്ടക്ടേഴ്സ് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരു കണ്ടക്ടേഴ്സാണ്. ഈ ചാർജ് നേടിക്കഴിഞ്ഞ് വീണ്ടും ഒരേ കോൺടാക്ട് വെച്ച് എന്ത് ചെയ്യും? ചാർജ് നേരെ തിരിച്ചിങ് വരും. കാരണം രണ്ടിലും ഉണ്ടാവുന്നത് ഓപ്പോസിറ്റ് ചാർജ്. ഒന്നിൽ പ്ലസ് ആണെങ്കിൽ ഒന്നിൽ മൈനസ്. രണ്ട് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്യും. കിട്ടിയ മൈനസ് തിരിച്ചിങ് എങ്ങോട്ടേക്ക് വരും? പ്ലസിലേക്ക് പോകും, വീണ്ടും ന്യൂട്രൽ ആയി പോകും. പക്ഷെ ആ പരിപാടി എവിടെ നടക്കത്തില്ല? ഇൻസുലേറ്റേഴ്സ് നടക്കില്ല. അതുകൊണ്ട് ഈ മെത്തേഡ് ആർക്ക് മാത്രമേ സാധ്യമാകൂ? ഇൻസുലേറ്റേഴ്സിന്. ആർക്ക് സാധ്യമാകില്ല? കണ്ടക്ടേഴ്സിന്. അതുപോലെ തന്നെ ഇത് ചാർജിങ് മൂലം അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിംഗ് മെത്തേഡ് മൂലം എന്തിന് മാറ്റം ഉണ്ടാകും? മാസിന് ചേഞ്ച് ഉണ്ടാകും. എന്തുകൊണ്ടാണ് മാസിന് ചേഞ്ച് ഉണ്ടാകുന്നത്? ഇവിടെ എന്തിന്റെ ട്രാൻസ്ഫർ ഉണ്ട്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഉണ്ട്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ബോഡിക്ക് എന്ത് കുറയും? മാസ് കുറയും. നേടിയെടുക്കുന്ന ബോഡിക്ക് എന്ത് കൂടും? മാസ് കൂടും. ചാർജിങ്ങിന്റെ രണ്ടാമത്തെ മെത്തേഡിനെ പറ്റി പറയാൻ പോവാ, കണ്ടക്ഷൻ മെത്തേഡ്. അപ്പൊ ചാർജിങ്ങിന്റെ ആദ്യ മെത്തേഡ് നമ്മൾ പറഞ്ഞു റബ്ബിംഗ് മെത്തേഡ്. റബ്ബിംഗ് മെത്തേഡ് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇൻസുലേറ്റേഴ്സിന് വേണ്ടിയുള്ള മെത്തേഡാണ്. ഇവിടെ നമുക്ക് പേര് തന്നെ അറിയാം, കണ്ടക്ഷൻ മെത്തേഡ്. അപ്പൊ കണ്ടക്ടേഴ്സിന് വേണ്ടിയുള്ള മെത്തേഡാണത് കണ്ടക്ഷൻ മെത്തേഡ്. ഈ മെത്തേഡ് ആർക്ക് പറ്റില്ല? ഇൻസുലേറ്റേഴ്സിന് പറ്റില്ല. അപ്പൊ കണ്ടക്ടേഴ്സിന് വേണ്ടിയുള്ള രണ്ടാമത്തെ മെത്തേഡ് കണ്ടക്ഷൻ മെത്തേഡ്. എന്താണ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഒരു ന്യൂട്രൽ ബോഡിയിൽ നമുക്കൊരു ചാർജ് ഉണ്ടാക്കാം. എന്തുമൂലം? മറ്റൊരു ചാർജ്ഡ് ബോഡിയുടെ സമ്പർക്കം മൂലം ഒരു ന്യൂട്രൽ ബോഡിയെ ഒരു ചാർജ് ആക്കി മാറ്റാം. ഈ പരിപാടിയുടെ പേരാണത് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. A neutral body gets charged due to the actual contact with the charged body. ഒരു ചാർജ്ഡ് ബോഡിയോട് കോണ്ടാക്ട് ഉണ്ടായാൽ നമ്മുടെ ന്യൂട്രൽ ബോഡി എന്തായിട്ട് മാറും? ഒരു ചാർജ്ഡ് ബോഡിയായിട്ട് മാറും. ഈ മെത്തേഡിനെ പറയുന്ന പേരാണത് കണ്ടക്ഷൻ മെത്തേഡ്. അപ്പൊ നമുക്കറിയാം ചാർജ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഒരു കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എങ്ങനെ കണ്ടക്ഷൻ മെത്തേഡ് മൂലം ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം പോസിറ്റീവ് ചാർജ്. ഇതെന്റെ ന്യൂട്രൽ ബോഡിയാണ്. എന്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ സ്പിയർ മാത്രമാണ് എന്റെ ബോഡി. ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, ചാർജ് കടത്തിവിടാത്ത ഒരു സ്റ്റാൻഡ്. എനിക്ക് വേണ്ട ഈ സ്പിയറിനെ അല്ലെങ്കിൽ ഈ സർക്കിളിനെ എനിക്ക് എന്താക്കി മാറ്റണം? ഒരു പോസിറ്റീവ് ചാർജ് ആക്കി മാറ്റണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച്? കണ്ടക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച്. നമുക്കറിയാം കണ്ടക്ഷൻ മെത്തേഡ് പ്രകാരം ഈ ന്യൂട്രൽ ബോഡിക്ക് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഇയാൾക്ക് എന്തുണ്ടാവണം? മറ്റൊരു ചാർജ്ഡ് ബോഡിയായിട്ട് കോണ്ടാക്ട് ഉണ്ടാവണം. അപ്പൊ ഞാൻ മറ്റൊരു ചാർജ്ഡ് ബോഡിയെ ഇയാളുമായിട്ട് കോണ്ടാക്ട് കൊണ്ടുവന്നു. ചാർജ്ഡ് ബോഡിയുടെ പേര് ബി. ഇയാൾ എനിക്ക് എന്ത് ചാർജ് ആകേണ്ടത്? പോസിറ്റീവ് ചാർജ്. ഞാൻ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡിയുടെ ചാർജ് എന്ത് തന്നെയായിരിക്കണം? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ന്യൂട്രൽ ബോഡിക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് കണ്ടക്ടർ ആണല്ലോ. എന്തിനാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിച്ചത്? ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ വളരെ വേഗം അനുവദിക്കുന്ന മെറ്റീരിയൽസിനെ വിളിച്ച പേരാണത് കണ്ടക്ടേഴ്സ്. ഇവിടെ ബിയും എയും കണ്ടക്ടേഴ്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ ഇവിടെ എന്തില്ല? ഇലക്ട്രോൺസ് കുറവാണ്. ബിയെ അപേക്ഷിച്ച് ആരിൽ ഇലക്ട്രോൺസ് കൂടുതലാ? എയിൽ ഇലക്ട്രോൺസ് കൂടുതലാ. ബിയും എയും കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് കൂടുതലുള്ള എയിൽ നിന്നും ഇലക്ട്രോൺസ് കുറവുള്ള ബിയിലേക്ക് ആരെ ഫ്ലോ ചെയ്യും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പൊ എയ്ക്ക് സ്വാഭാവികമായിട്ട് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും? ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എയിൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുക? ബിയിലോട്ട്. ഇലക്ട്രോൺസ് കുറവുള്ള ബിയിലോട്ട് ഫ്ലോ ചെയ്യും. അതിന്റെ ഫലമായിട്ട് എയ്ക്ക് എന്ത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കും. അങ്ങനെയാണ് കണ്ടക്ഷൻ മെത്തേഡ് മൂലം ന്യൂട്രൽ ബോഡി എന്താക്കി മാറ്റുക? പോസിറ്റീവ് ചാർജ് ആക്കുക. ഇനി കണ്ടക്ഷൻ മെത്തേഡ് മൂലം എങ്ങനെയാണ് ഒരു ബോഡിയെ നെഗറ്റീവ് ചാർജ് ആക്കാൻ നോക്കാം. ഇതുപോലെ തന്നെ ഇവിടെ എന്റെ ബോഡി എന്താ? ന്യൂട്രൽ ആയി എന്ന് പറയും. എനിക്ക് ഈ ന്യൂട്രൽ ബോഡി എന്ത് ചാർജ് ആക്കണം? നെഗറ്റീവ് ചാർജ് ആക്കണം. ഞാൻ ആരെ കൊണ്ടുവരണം? മറ്റൊരു ചാർജ്ഡ് ബോഡിയെ കോണ്ടാക്ട് കൊണ്ടുവരണം. ചാർജ്ഡ് ബോഡിയുടെ പേര് ബി. പോസിറ്റീവ് ചാർജ് ആക്കാൻ എന്താ കൊണ്ടുവന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അപ്പൊ നെഗറ്റീവ് ചാർജ് ആക്കാൻ എന്ത് വേണം? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ്
ബോഡിയെ കൊണ്ടുവന്നു. ഇവിടെ നോക്കാം, ബിയും എയും കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ ബിയിൽ എന്ത് കൂടുതലാ? ഇലക്ട്രോൺസ് കൂടുതലാ. ആരെ അപേക്ഷിച്ച? എ അപേക്ഷിച്ച്. എ ന്യൂട്രൽ ആണല്ലോ. എയെക്കാട്ടിലും എന്ത് കൂടുതലാ? ഇലക്ട്രോൺസ് കൂടുതലാണ്. ആർക്ക്? ബിക്ക്. ഇലക്ട്രോൺസ് കൂടുതലായതുകൊണ്ടല്ലേ ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. അപ്പൊ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തേക്ക് ആര് ഒഴുകാൻ തുടങ്ങും? എപ്പോഴും ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവും. അത് ഓർത്തിരിക്കണം. എപ്പോഴും ഇലക്ട്രോൺസ് കൂടിയ ഭാഗത്തുനിന്ന് ഇലക്ട്രോൺസ് കുറഞ്ഞ ഭാഗത്തേക്ക് ആര് ഒഴുകും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പം ഇവിടെ കൂടിയ ബിയിൽ നിന്ന് കുറഞ്ഞ എയിലേക്ക് ആര് ഒഴുകാൻ തുടങ്ങും? ഇലക്ട്രോൺസ് ഒഴുകാൻ തുടങ്ങും. അപ്പൊ എയിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം വർദ്ധിക്കും. എയ്ക്ക് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനെയാണ് ഒരു ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവായും നെഗറ്റീവായും കണ്ടക്ഷൻ വഴി ചാർജ് ആക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് എന്താ? പോസിറ്റീവ്ലി ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് കൊണ്ടുവരണം? മറ്റൊരു പോസിറ്റീവ്ലി ചാർജ് ബോഡിയെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. നെഗറ്റീവ്ലി ചാർജ് ചെയ്യണമെങ്കിലോ മറ്റൊരു നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. റബ്ബിംഗ് പോലെ തന്നെ കണ്ടക്ഷനും എന്തിന്റെ ട്രാൻസ്ഫർ ഉണ്ട്? ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്കറിയാം എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്ക് ആര് ട്രാൻസ്ഫർ ചെയ്തു? നമ്മുടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു. എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ എയുടെ മാസം എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ആര് നഷ്ടപ്പെടുത്തി? എ നഷ്ടപ്പെടുത്തി. പോസിറ്റീവ് ചാർജ് ആയി. അപ്പൊ എക്ക് എന്ത് കുറയും? മാസ് കുറയും. കാരണം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. ഇവിടെ എന്താ സംഭവം? ഇവിടെ എ എന്തായിട്ട് മാറി? നെഗറ്റീവ്ലി ചാർജ് ആയി. എന്ന് വെച്ചാൽ എ എന്തിനെ നേടിയെടുത്തു? ഇലക്ട്രോണിനെ നേടിയെടുത്തു. അപ്പൊ എയുടെ എന്ത് വർദ്ധിച്ചു? മാസ് വർദ്ധിച്ചു. അപ്പൊ കണ്ടക്ഷൻ മെത്തേഡിൽ എന്തിന് ചേഞ്ച് ഉണ്ട്? മാസിന് ചേഞ്ച് ഉണ്ട്. അപ്പൊ മെത്തേഡ് ഒന്നുകൂടെ പറയാം. കണ്ടക്ഷൻ മെത്തേഡ് എന്തിനു വേണ്ടിയുള്ള മെത്തേഡാ? കണ്ടക്ടേഴ്സിന് വേണ്ടിയുള്ള മെത്തേഡാ. ആർക്ക് പറ്റില്ല? ഇൻസുലേറ്റേഴ്സിന് പറ്റില്ല. കാരണം ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താ? കണ്ടക്ഷൻ. അത് എവിടെ മാത്രമേ പോസിബിൾ ആവും? കണ്ടക്ടേഴ്സിന് മാത്രമേ പോസിബിൾ ആവും. അപ്പൊ ഇവിടെ എങ്ങനെ ചാർജിങ് നടക്കാം? നമുക്കൊരു ന്യൂട്രൽ ബോഡി ഒരു ചാർജ് ആക്കി മാറ്റണമെങ്കിൽ അയാളോട് ആക്ച്വൽ കോണ്ടാക്റ്റിൽ ആരെ കൊണ്ടുവരണം? മറ്റൊരു ചാർജിന് ബോഡിയെ കൊണ്ടുവന്നാൽ നമ്മുടെ ന്യൂട്രൽ ബോഡി എന്തായിട്ട് മാറും? ചാർജ് ആയിട്ട് മാറും. കണ്ടക്ഷന് എന്തിന് മാറ്റം ഉണ്ടാവും? മാസിന് മാറ്റം ഉണ്ടാവും. കണ്ടക്ഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി കണ്ടക്ടേഴ്സിനെ തന്നെ ചാർജ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുക? ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുക. അപ്പം ഇൻഡക്ഷനും കണ്ടക്ഷനുമായിട്ട് സാമ്യതകളും ഉണ്ട്. എന്നാൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ന്യൂട്രൽ ബോഡി ഗെറ്റ്സ് ചാർജ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ചാർജ്ഡ് ബോഡി എന്നാണ് ഡെഫിനിഷൻ ഇട്ട് വെച്ചത്. നോക്കാം. കണ്ടക്ഷന്റെ കേസിലും രണ്ട് ബോഡീസ് ആണ്. ഒരു ന്യൂട്രൽ ബോഡിയെ നമുക്ക് ചാർജ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്തായിരുന്നു? മറ്റൊരു ചാർജ്ഡ് ബോഡിയെ വേണമായിരുന്നു. ഇവിടെയും ചാർജ് ചെയ്യാൻ എന്ത് വേണം? മറ്റൊരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരണം. പക്ഷെ അവിടെ ആ ചാർജ്ഡ് ബോഡിയായിട്ട് നമ്മുടെ ഏത് ബോഡിയാണോ ചാർജ് ചെയ്യേണ്ടത് അയാളെ എന്ത് ചെയ്യണമായിരുന്നു? ആക്ച്വൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണമായിരുന്നു. എന്നാൽ ഇവിടെ എന്തില്ല? ആക്ച്വൽ കോണ്ടാക്ട് ഇല്ല. പകരം എന്തേ ഉള്ളൂ? ഒരു പ്രസൻസ് മാത്രമേ ഉള്ളൂ. അതായത് കണ്ടക്ഷൻ മെത്തേഡിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ട ബോഡിയുമായിട്ട് ചാർജ്ഡ് ബോഡിക്ക് സമ്പർക്കം ഉണ്ടാകുന്നതിൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു സാമീപ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടക്ഷൻ മെത്തേഡിൽ ആക്ച്വൽ കോണ്ടാക്ട്, ഇവിടെ പ്രസൻസ് മാത്രം. അതായത് രണ്ട് ബോഡി തമ്മിൽ എന്തിൽ വരുന്നില്ല? കോണ്ടാക്റ്റിൽ വരുന്നില്ല. അടുത്തടുത്തിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഇവിടെയും ചാർജ് ചെയ്യാൻ നമുക്ക് ആവശ്യം ആരെ മാത്രമേ? മറ്റൊരു ചാർജ്ഡ് ബോഡിയെ മാത്രം. ഈ മെത്തേഡ് ആർക്ക് വേണ്ടിയാ? കണ്ടക്ടേഴ്സിന് വേണ്ടിയാ. ഇതും ആർക്ക് സാധ്യമല്ല? ഇൻസുലേറ്റേഴ്സിന് സാധ്യമല്ല. അങ്ങനെ നേരത്തെ കണ്ടക്ഷൻ മെത്തേഡിൽ പറഞ്ഞ പോലെ ഇവിടെ ഇൻഡക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവ് ചാർജ് ആക്കുക അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ബോഡിയെ നെഗറ്റീവ് ചാർജ് ആക്കുക നോക്കാം. കണ്ടക്ഷൻ മെത്തേഡിൽ വളരെ സിമ്പിൾ ആയിരുന്നു ഇല്ലേ? നമുക്കൊരു ബോഡിയെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നാൽ തന്നെ എന്ത് ചെയ്യാമായിരുന്നു? ചാർജ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് നോക്കാം. ആദ്യം ഒരു ബോഡിയെ പോസിറ്റീവ് ആക്കാം. ഒരു ന്യൂട്രൽ ബോഡി എന്താക്കണം? പോസിറ്റീവ്. ഞാൻ അവിടെ എടുത്ത അതേ ബോഡി എടുക്കുക. എ എന്നാണ് എന്റെ ബോഡിയുടെ പേര്. ബോഡി ഇപ്പൊ എന്താ? ന്യൂട്രൽ. എന്ന് വെച്ചാൽ എന്താ? ചാർജ്. ഞാനിലേക്ക് എന്ത് കൊണ്ടുവരണം? പോസിറ്റീവ് ചാർജ് കൊണ്ടുവരണം. കൊണ്ടുവരുന്ന മെത്തേഡ് ഏതായിരിക്കണം? ഇൻഡക്ഷൻ മെത്തേഡ്. ചെയ്യുന്ന പരിപാടി ഞാൻ ആദ്യം അവിടുത്തെ പോലെ ഇവിടെ എന്ത് കൊണ്ടുവന്നു? ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവന്നു. ഇവിടെ എയെ പോസിറ്റീവ് ആക്കാൻ ഞാൻ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡി നെഗറ്റീവ് ബോഡിയാണ്. ബി എന്ന് പറയുന്ന ബോഡി കൊണ്ടുവന്നല്ലോ. ഈ ബോഡി എയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. നമുക്കറിയാം, കുഞ്ഞുനാളെ മുതലേ പഠിച്ചതാണ്. ലൈറ്റ് ചാർജസ് അട്രാക്ട് അൺലൈറ്റ് ചാർജസ് അട്രാക്ട്, ലൈറ്റ് ചാർജസ് റിപ്പൽ. അപ്പൊ നെഗറ്റീവ് അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ അൺലൈറ്റ് ചാർജ് ആരാ? പോസിറ്റീവ്. അപ്പൊ നമ്മുടെ ന്യൂട്രൽ ബോഡിയിലെ പോസിറ്റീവിനെ എല്ലാം നെഗറ്റീവിന്റെ ഭാഗത്തേക്ക് ആര് അട്രാക്ട് ചെയ്തു? ബിയുടെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്തു. ആരെ റിപ്പൽ ചെയ്തു? സെയിം ചാർജ് ആയ നെഗറ്റീവിനെ എതിർ സൈഡിലേക്ക് റിപ്പൽ ചെയ്തു. അങ്ങനെ ഇവിടെ എന്തോ ഉണ്ടായി? ഒരു ചെറിയ പൊളാരിറ്റി ഉണ്ടായി. അതിനുശേഷം നമുക്ക് എന്താ? അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഏത് ചാർജ് കൊണ്ടുവരണം? പോസിറ്റീവിൽ കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ നെഗറ്റീവിനെ ഒഴിവാക്കിയാൽ പോലെ. അപ്പൊ അടുത്ത പ്രോസസ് ബി അവിടെ തന്നെ നിലനിർത്തി. ഇവിടെ ഇപ്പൊ രണ്ട് ചാർജ്, ഈ സൈഡിൽ പോസിറ്റീവ്, ഈ സൈഡിൽ നെഗറ്റീവ്. നമ്മുടെ ഇങ്ങനെയുള്ള പ്രോസസ് നെഗറ്റീവിനെ ഒഴിവാക്കണം. നെഗറ്റീവിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് എർത്തിങ്. നമുക്കറിയാം, കുഞ്ഞുനാളിലെ പഠിക്കുന്നതാണ്. എന്തിനാണ് നമ്മുടെ വീടുകളിലൊക്കെ എർത്ത് ചെയ്യുക? എപ്പോഴാണോ ഓവർ കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലെങ്കിൽ ഓവർ ചാർജ് ഫ്ലോ ഉണ്ടാവുക, ആ ചാർജിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക? എർത്ത് ചെയ്യുക. കാരണം എർത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനും ആർക്ക് ശേഷിയുണ്ട്? എർത്തിന് ശേഷിയുണ്ട്.
അപ്പൊ ഈ എക്സസ് ആയിട്ടുള്ള ഈ ഇലക്ട്രോൺസ് നമ്മൾ എർത്തിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഈ ഇലക്ട്രോൺസ് കൂടെ എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും, എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ സ്പിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡിയിൽ എന്ത് ഇല്ലാതായി, നെഗറ്റീവ് ചാർജ് ഇല്ലാതായി. ഇനി ഇവിടെ എന്തുമാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ്. ബി എ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഈ ഭാഗത്ത് മാത്രം ആ അട്രാക്ഷൻ കൊണ്ട് നിലനിൽക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ബോഡി മുഴുവൻ എനിക്ക് പക്ഷെ എന്താക്കണം, പോസിറ്റീവ് ചാർജ് ആക്കണം. ഞാൻ ആരെയും റിപ്ലേസ് ചെയ്യാതെ മതി, ബി എ റിപ്ലേസ് ചെയ്താൽ മതി. ആ ഉള്ള പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ബോഡി മുഴുവനായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ എ എന്ത് ചാർജ് ആക്കി, പോസിറ്റീവ് ചാർജ് ആക്കി. ഇനി ബിയുടെ ഇനി അടുത്ത കേസിലേക്ക് വരാം. അങ്ങനെ പോസിറ്റീവ് ചാർജ് കഴിഞ്ഞു. ഇനി അടുത്ത ചാർജ് ഏതാ, നെഗറ്റീവ് ചാർജ്. ഇൻഡക്ഷൻ മുഖാന്തരം ഒരു ന്യൂട്രൽ ബോഡിയായി എയിൽ ഇനി എന്ത് കൊണ്ടുവരണം, നെഗറ്റീവ് ചാർജ് കൊണ്ടുവരണം. അപ്പൊ ഇനി ചെയ്യേണ്ട പരിപാടി എന്താ, ഇവിടെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി എടുത്ത ചാർജ് ബോഡി ഏതായിരുന്നു, നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ ബി എ എടുത്തു. ഇവിടെ എനിക്ക് എന്താ കൊണ്ടുവരണം, നെഗറ്റീവ് ചാർജ് കൊണ്ടുവരണം. ഞാൻ ആരെ എടുത്തു, ഒരു പോസിറ്റീവ് ചാർജ് ബോഡി എടുത്തു. ബി ഇപ്പൊ ഇവിടെ എന്താ, പോസിറ്റീവ് ചാർജ്. അയാളെ കൊണ്ടുവന്ന് ആരുടെ വെക്കും, എയുടെ അടുത്തേക്ക് വെക്കും. അതല്ലോ അൺലൈക്ക് ചാർജ് ആയ പോസിറ്റീവിന്റെ നെഗറ്റീവ് ഈ സൈഡിലേക്ക് അട്രാക്ട് ചെയ്തു. ലൈക്ക് ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് എന്ത് ചെയ്തു, റിപ്പൽ ചെയ്തു. ഇനി അടുത്ത പ്രോസസ് എന്താ, ബോഡി എന്താക്കേണ്ടത്, നെഗറ്റീവ് ആക്കണം. അപ്പൊ ആരെ ഇല്ലാതാക്കണം, പോസിറ്റീവിനെ ഇല്ലാതാക്കണം. അടുത്ത പ്രോസസ്സിൽ നമ്മൾ പോസിറ്റീവ് പാർട്ടിനെ ആരുമായിട്ട് കണക്ട് ചെയ്തു, എർത്തുമായിട്ട് കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു എർത്തിന്റെ പ്രത്യേകത എന്താ, അയാൾക്ക് എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം, എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് തന്നെ ഇല്ലാതാക്കണ്ടേ, അപ്പൊ എർത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും, ഇല്ലാതായി കളയും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി ഇവിടെ ആര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, നെഗറ്റീവ് ചാർജ് മാത്രം. ചാർജ് ബോഡിയെ ഞാൻ മാറ്റിയോ, ഇല്ല. അതുകൊണ്ട് ആ അട്രാക്ഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് അവിടെ തന്നെ നിലനിൽക്കും. ഇനി എന്ത് ചെയ്യണം, എന്റെ പരിപാടി എന്താ, എന്റെ ഈ ബോഡി മുഴുവൻ എനിക്ക് എന്ത് കൊണ്ടുവരണം, നെഗറ്റീവ്ലി ചാർജ് ആക്കണം. ഞാൻ ആരെ റിപ്ലേസ് ചെയ്താൽ മതി, എന്റെ പോസിറ്റീവ് ചാർജിനെ റിപ്ലേസ് ചെയ്യുക. റിപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ബോഡി മുഴുവൻ നെഗറ്റീവ്ലി ചാർജിലായിരിക്കും. കണ്ടക്ഷൻ അപേക്ഷിച്ച് ഇവിടെ എന്താ, രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് വന്നോ, ഇല്ല. രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു പ്രസൻസ് മാത്രമേ ഉള്ളൂ. പ്രസൻസ് മൂലം നടക്കുന്നതുകൊണ്ടാണ് ഈ മെത്തേഡിന്റെ പേരെന്താണ്, ഇൻഡക്ഷൻ മെത്തേഡ്. കഴിഞ്ഞ മെത്തേഡ് എന്തായിരുന്നു, ആക്ച്വൽ കോണ്ടാക്ട് ആയിരുന്നു. അതുകൊണ്ട് ആ മെത്തേഡിന്റെ പേരെന്തായിരുന്നു, കണ്ടക്ഷൻ മെത്തേഡ്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവിടെ ആക്ച്വൽ കോണ്ടാക്ട്, ഇവിടെ പ്രസൻസ്. രണ്ടിടത്തും ഒരു ചാർജിൽ കൂടി ഒരു ന്യൂട്രൽ കൂടി. അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡിന്റെ മറ്റൊരു പ്രത്യേകത പറയാം, നോ ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇൻഡക്ഷൻ മെത്തേഡിൽ പുതിയ ചാർജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രണ്ട് ബോഡി ഉണ്ടല്ലോ, എയും ബിയും, ഇവര് തമ്മിൽ എന്ത് നടക്കുന്നില്ല, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. നമുക്ക് റബ്ബിംഗ് മെത്തേഡ് നോക്കാം. അവിടെ നമ്മൾ റബ്ബ് ചെയ്ത് രണ്ട് ബോഡികൾ തമ്മിൽ എന്തിന്റെ ട്രാൻസ്ഫർ നടന്നു, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ തമ്മിൽ വിനിമയം നടന്നു. അടുത്ത കണ്ടക്ഷൻ മെത്തേഡ് നോക്കാം. നമ്മുടെ ന്യൂട്രൽ ബോഡിയും ചാർജ് ബോഡിയായിട്ട് അവിടെ എന്ത് നടന്നു, ഇലക്ട്രോൺ വിനിമയം നടന്നു. എന്നാൽ ഇൻഡക്ഷൻ മെത്തേഡിലോ രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് നടക്കുന്നില്ല, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നില്ല. പകരം ഇവിടെ ട്രാൻസ്ഫർ നടന്ന ആരുമായിട്ട് മാത്രമാണ്, എർത്തുമായിട്ട് മാത്രമാണ്. എർത്തുമായിട്ടുള്ള ട്രാൻസ്ഫർ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇവർ തമ്മിൽ എന്തില്ല, ട്രാൻസ്ഫർ ഇല്ല. അതിന് പറയുന്നതാണ് എന്താ, അതുകൊണ്ട് എന്തില്ല, നോ ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് എന്ത് വരുന്നില്ല, പുതിയ ചാർജ് ഇൻട്രൊഡ്യൂസ് ഇല്ല. അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇൻഡക്ഷൻ മെത്തേഡിൽ പുതിയ ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഉത്തരം എന്താ, ഇല്ല. കാരണം അവിടെ എന്തില്ല, അവർ തമ്മിൽ ആക്ച്വൽ കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് അവർ തമ്മിൽ എന്ത് നടക്കുന്നില്ല, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഇത്രേ ഉള്ളൂ, ഒരു ന്യൂട്രൽ ബോഡി എന്താക്കി മാറ്റാം, ഒരു ചാർജ് ആക്കി മാറ്റാം. പക്ഷെ എന്ത് വേണ്ട, ആക്ച്വൽ കോണ്ടാക്ട് വേണ്ട. ആര് വേണ്ട, മറ്റൊരു ചാർജിന് ബോഡിയായിട്ട് എന്ത് മാത്രം മതി, അയാളുടെ സാന്നിധ്യം മാത്രം മതി. അപ്പൊ കണ്ടക്ഷനിലുള്ള ഒറ്റ വ്യത്യാസം മതി. കണ്ടക്ഷനിൽ എന്ത് വേണമായിരുന്നു, സമ്പർക്കം വേണം, ആക്ച്വൽ കോണ്ടാക്ട്. ഇവിടെ എന്ത് മതി, സാമീപ്യം മതി, പ്രസൻസ്. രണ്ടുപേരും എന്ത് വരാൻ പാടില്ല, ആക്ച്വൽ കോണ്ടാക്ട്. കണ്ടക്ഷനും കണ്ടക്ടേഴ്സിനാണ്, ഇൻഡക്ഷനും കണ്ടക്ടേഴ്സിനാണ്. കണ്ടക്ഷനും ഇൻസുലേറ്റേഴ്സിന് കഴിയില്ലായിരുന്നു, ഇവിടെ എന്തില്ല, ഇൻസുലേറ്റേഴ്സിന് സാധ്യമല്ല. ഇവിടെ എന്താണ് പിന്നെ കണ്ടക്ടറുമായിട്ടുള്ള ഏറ്റവും വലിയ കണ്ടക്ഷൻ മെത്തേഡിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ, കണ്ടക്ഷൻ മെത്തേഡിൽ അവർ തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടായി, ന്യൂ ചാർജസ് ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ന്യൂ ചാർജസ് എവിടെ വരുന്നില്ല, അല്ലെങ്കിൽ പുതിയ ചാർജ് എവിടെ വരുന്നില്ല, നമ്മുടെ ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ മെത്തേഡിൽ എന്തിനു മാറ്റം ഉണ്ടാകാം, മാസിന് ചേഞ്ച് ഉണ്ടാകും. കാരണം എർത്തിങ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് അല്ലേ, ഇലക്ട്രോണിന്റെ വിനിമയം എർത്തുമായിട്ട് നടക്കുന്നതുകൊണ്ട് പുതിയ ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തിന് ബോഡിയുടെ എന്തിന് വ്യത്യാസം ഉണ്ടാവും, മാസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ചാർജിങ്ങിന്റെ മൂന്ന് മെത്തേഡിലും എന്തിന് മാറ്റം വരുന്നുണ്ട്, മാസിന് മാറ്റം വരുന്നുണ്ട് അല്ലേ. നെഗറ്റീവ്ലി ചാർജിന്റെ ബോഡിക്ക് എപ്പോഴും മാസ് ഗെയിൻ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ചാർജിന്റെ ബോഡി എപ്പോഴും മാസ് കുറയുന്നുണ്ട്. അപ്പൊ മാസിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ജനറൽ ആയിട്ട് മൂന്ന് കേസുകൾ. അപ്പൊ ചാർജിങ്ങിന്റെ മൂന്ന് മെത്തേഡ്സ് പഠിച്ചു. അപ്പൊ മൂന്ന് മെത്തേഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ പറയാൻ പോകും. റബ്ബിങ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, മൂന്ന് കോളം ആക്കിയിട്ടുണ്ട്. ആദ്യം മൂന്നിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. റബ്ബിങ് എന്താ, ഇലക്ട്രോൺസ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ലൂസ്ലി പാക്ഡ്
ലൂസ്ലി പാക്ഡ് ബോഡി ടു ടൈറ്റ്ലി പാക്ഡ് ബോഡി ഓൺ റബ്ബിംഗ്. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ലൂസ്ലി പാക്ഡ് ബോഡിയിൽ നിന്ന് ടൈറ്റ്ലി പാക്ഡ് ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടക്ഷൻ എന്താ പറയുന്നത്? ന്യൂട്രൽ ബോഡി ഗെറ്റ്സ് ചാർജ്ഡ്. ഒരു ന്യൂട്രൽ ബോഡി ചാർജ് ആയിട്ട് മാറും. എങ്ങനെ? ബൈ ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് ചാർജ്ഡ് ബോഡി. ഇവിടെ എന്തുകൊണ്ടാണ്? ഒരു ചാർജ്ഡ് ബോഡിയായിട്ട് ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ടാവണം. അടുത്ത ഇൻഡക്ഷൻ എന്തായിരുന്നു? ഇത് തന്നെ ഒരു ന്യൂട്രൽ ബോഡി ചാർജ് ആയിട്ട് മാറും. പക്ഷെ എന്തില്ല? ആക്ച്വൽ കോണ്ടാക്ട് സാന്നിധ്യത്തിൽ എന്ത് വന്നു? പ്രസൻസ് വന്നു. ഇല്ലേ? ഇവിടെ ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഇല്ല, മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? സാന്നിധ്യം മാത്രം, പ്രസൻസ് മാത്രം. ഇനി എന്താ റബ്ബിംഗ് മെത്തേഡിന്റെ പ്രത്യേകത? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഏത് മെത്തേഡാ? റബ്ബിംഗ് ഓർ ഫ്രിക്ഷൻ മെത്തേഡ്. ആർക്ക് മാത്രമേ പറ്റൂ? ഫോർ ഇൻസുലേറ്റേഴ്സ് ഓൺലി, നോട്ട് ഫോർ കണ്ടക്ടേഴ്സ്. എന്നാൽ കണ്ടക്ഷനോ? ഫോർ കണ്ടക്ടേഴ്സ് ഓൺലി. ഇൻഡക്ഷനോ? ഫോർ കണ്ടക്ടേഴ്സ് ഓൺലി. അപ്പൊ കണ്ടക്ടേഴ്സിന് വേണ്ടിയാണ് രണ്ട് മെത്തേഡ്, കണ്ടക്ഷനും ഇൻഡക്ഷനും. ഇൻസുലേറ്റേഴ്സിന് വേണ്ടി റബ്ബിംഗ്. അടുത്തെന്താ? റബ്ബിംഗിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തുകൊണ്ട്? ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്. കണ്ടക്ഷനും എന്തുണ്ട്? ചാർജ്ഡ് ബോഡി ന്യൂട്രൽ ബോഡി തമ്മിൽ എന്ത് വരുന്നുണ്ട്? ആക്ച്വൽ കോണ്ടാക്ട്. എന്നാൽ ഇൻഡക്ഷന് മാത്രമാണ് പ്രത്യേകത. അവിടെ രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് വരുന്നില്ല? ആക്ച്വൽ കോണ്ടാക്ട് സംഭവിക്കുന്നില്ല. അപ്പൊ രണ്ടുപേരെ അപേക്ഷിച്ച് ആർക്കാണ് പ്രത്യേകത? ഇൻഡക്ഷൻ മെത്തേഡ്. അടുത്തെന്താണ്? റബ്ബിംഗ് മെത്തേഡിൽ ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ന്യൂ ചാർജസ് ഇൻട്രൊഡ്യൂസ് എന്ന് നിങ്ങൾ ഓർമ്മ പോയിട്ടില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബോഡിയും തമ്മിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഉണ്ടായോ ഇല്ലയോ? റബ്ബിംഗ് നമുക്കറിയാലോ, നമ്മൾ റബ്ബ് ചെയ്യുന്ന രണ്ടുപേരും തമ്മിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും? ന്യൂ ചാർജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടെ നോക്കാം, കണ്ടക്ഷൻ മെത്തേഡിൽ എന്ത് തന്നെ? ചാർജ് ബോഡി നമ്മുടെ ന്യൂട്രൽ ബോഡിയായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്, അതുകൊണ്ട് എന്ത് വരും? ന്യൂ ചാർജസ്. എന്നാൽ ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മുടെ രണ്ട് ബോഡിയായിട്ട് ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ടാവും ഇല്ല. അവർ തമ്മിൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും ഇല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബോഡി തമ്മിൽ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല? ന്യൂ ചാർജസ് കടന്നു വരും. അപ്പം നോ ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ മെത്തേഡ്. ഇനി ഏറ്റവും അവസാനം എന്താ? റബ്ബിംഗ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു, വിനിമയം നടക്കുന്നു, മാസിന് മാറ്റം ഉണ്ടാകുന്നു. കണ്ടക്ഷൻ മെത്തേഡിൽ എന്താ? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഉണ്ട്, നഷ്ടപ്പെടുന്ന ആളുടെ മാസ് കുറയുന്നു, നേടുന്ന ആളുടെ മാസ് കൂടുന്നു. ഇനി അവസാനം ഇൻഡക്ഷൻ മെത്തേഡിൽ എന്താ? തമ്മിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഒന്നും ഇല്ല. നമ്മൾ എർത്തിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞു. ആ എർത്തിങ്ങിന്റെ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്താ? എർത്തുമായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്ന ബോഡിയുടെ എന്തിന് ചേഞ്ച് ഉണ്ടാവാം? മാസിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യം ജനറൽ ആയിട്ട് ചോദിക്കും. ചാർജിങ് നടക്കുന്ന സമയത്ത് ബോഡികളുടെ മാസിന് മാറ്റം ഉണ്ടാവും. നമ്മൾ എന്തായിരുന്നത്? മാസ് ചേഞ്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, കണ്ടക്ഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താ? കണ്ടക്ഷൻ മെത്തേഡിൽ ഒരു ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉപയോഗിച്ചു. നെഗറ്റീവ് ആക്കാനോ? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ തന്നെ കൊണ്ടുവന്നു. എന്നാൽ ഇൻഡക്ഷൻ മെത്തേഡിൽ എന്ത് ചെയ്തു? ഒരു ബോഡിയെ പോസിറ്റീവ് ആക്കാൻ എന്ത് കൊണ്ടുവന്നു? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവന്നു. അതായത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവന്ന എവിടെ ഉപയോഗിച്ചത്? ഇൻഡക്ഷൻ മെത്തേഡ്. എന്നാൽ സിമിലർ ബോഡി, സിമിലർ ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവന്ന എവിടെ ഉപയോഗിച്ചത്? കണ്ടക്ഷൻ മെത്തേഡ്. അതൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല, എടുത്ത് പറയണ്ട, നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ചാർജിങ് എന്നുള്ള ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. 3 മെത്തേഡ്സ് ഉണ്ടായിരുന്നു, 3നെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. അതിനകത്ത് ഇൻഡക്ഷന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ആ ചാർജ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താ റബ്ബിംഗ് മെത്തേഡിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഈ പ്രത്യേകതയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ 3 മെത്തേഡ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം ആ പട്ടിക താരതമ്യം ചെയ്ത് പഠിച്ച് അത് മാത്രം ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ചാർജിങ്ങിൽ ഇനി ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇതിന്റെ ബാക്കി പാഠഭാഗമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ചാർജിങ്ങിന്റെ 3 മെത്തേഡ്സ് പഠിച്ചു. അപ്പൊ 3 മെത്തേഡ് തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പറയാൻ പോകും. റബ്ബിംഗ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ 3 കോളം ആക്കിയിട്ടുണ്ട്. ആദ്യം 3ന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. റബ്ബിംഗ് എന്താ? ഇലക്ട്രോൺസ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ലൂസ്ലി പാക്ഡ് ബോഡി ടു ടൈറ്റ്ലി പാക്ഡ് ബോഡി ഓൺ റബ്ബിംഗ്. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ലൂസ്ലി പാക്ഡ് ബോഡിയിൽ നിന്ന് ടൈറ്റ്ലി പാക്ഡ് ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടക്ഷൻ എന്താ പറയുന്നത്? ന്യൂട്രൽ ബോഡി ഗെറ്റ്സ് ചാർജ്ഡ്. ഒരു ന്യൂട്രൽ ബോഡി ചാർജ് ആയിട്ട് മാറും. എങ്ങനെ? ബൈ ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് ചാർജ്ഡ് ബോഡി. ഇവിടെ എന്തുകൊണ്ടാണ്? ഒരു ചാർജ്ഡ് ബോഡിയായിട്ട് ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ടാവണം. അടുത്ത ഇൻഡക്ഷൻ എന്തായിരുന്നു? ഇത് തന്നെ ഒരു ന്യൂട്രൽ ബോഡി ചാർജ് ആയിട്ട് മാറും. പക്ഷെ എന്തില്ല? ആക്ച്വൽ കോണ്ടാക്ട് സാന്നിധ്യത്തിൽ എന്ത് വന്നു? പ്രസൻസ് വന്നു. ഇല്ലേ? ഇവിടെ ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഇല്ല, മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? സാന്നിധ്യം മാത്രം, പ്രസൻസ് മാത്രം. ഇനി എന്താ റബ്ബിംഗ് മെത്തേഡിന്റെ പ്രത്യേകത? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഏത് മെത്തേഡാ? റബ്ബിംഗ് ഓർ ഫ്രിക്ഷൻ മെത്തേഡ്. ആർക്ക് മാത്രമേ പറ്റൂ? ഫോർ ഇൻസുലേറ്റേഴ്സ് ഓൺലി, നോട്ട് ഫോർ കണ്ടക്ടേഴ്സ്. എന്നാൽ കണ്ടക്ഷനോ? ഫോർ കണ്ടക്ടേഴ്സ് ഓൺലി. ഇൻഡക്ഷനോ? ഫോർ കണ്ടക്ടേഴ്സ് ഓൺലി. അപ്പൊ കണ്ടക്ടേഴ്സിന് വേണ്ടിയാണ് രണ്ട് മെത്തേഡ്, കണ്ടക്ഷനും ഇൻഡക്ഷനും. ഇൻസുലേറ്റേഴ്സിന് വേണ്ടി റബ്ബിംഗ്. അടുത്തെന്താ? റബ്ബിംഗിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തുകൊണ്ട്? ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്. കണ്ടക്ഷനും എന്തുണ്ട്? ചാർജ്ഡ് ബോഡി ന്യൂട്രൽ ബോഡി തമ്മിൽ എന്ത് വരുന്നുണ്ട്? ആക്ച്വൽ കോണ്ടാക്ട്. എന്നാൽ ഇൻഡക്ഷന് മാത്രമാണ് പ്രത്യേകത. അവിടെ രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് വരുന്നില്ല? ആക്ച്വൽ കോണ്ടാക്ട് സംഭവിക്കുന്നില്ല. അപ്പൊ രണ്ടുപേരെ അപേക്ഷിച്ച് ആർക്കാണ് പ്രത്യേകത?
ഇൻഡക്ഷൻ മെത്തേഡ്. അടുത്ത എന്താണ്? റബ്ബിംഗ് മെത്തേഡ്. ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ന്യൂ ചാർജസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നിങ്ങൾ ഓർമ്മ പോയിട്ട് എന്താ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബോഡിയും തമ്മിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഉണ്ടായോ ഇല്ലയോ. റബ്ബിംഗ് നമുക്കറിയാലോ, നമ്മൾ റബ്ബ് ചെയ്യുന്ന രണ്ടുപേരും തമ്മിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും? ന്യൂ ചാർജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടെ നോക്കാം, കണ്ടക്ഷൻ മെത്തേഡിൽ എന്ത് തന്നെ, ചാർജ് ബോഡി നമ്മുടെ ന്യൂട്രൽ ബോഡിയായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്, അതുകൊണ്ട് എന്ത് വരും? ന്യൂ ചാർജസ്. എന്നാൽ ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മുടെ രണ്ട് ബോഡിയായിട്ട് ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ടാവും ഇല്ല, അവർ തമ്മിൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ ഇല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബോഡി തമ്മിൽ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ന്യൂ ചാർജസ് കടന്നു വരും. അപ്പം നോ ന്യൂ ചാർജസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ മെത്തേഡ്. ഇനി ഏറ്റവും അവസാനം എന്താ? റബ്ബിംഗ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു, വിനിമയം നടക്കുന്നു, മാസിന് മാറ്റം ഉണ്ടാകുന്നു. കണ്ടക്ഷൻ മെത്തേഡിൽ എന്താ? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഉണ്ട്, നഷ്ടപ്പെടുന്ന ആളുടെ മാസ് കുറയുന്നു, നേടുന്ന ആളുടെ മാസ് കൂടുന്നു. ഇനി അവസാനം ഇൻഡക്ഷൻ മെത്തേഡിൽ എന്താ? തമ്മിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഒന്നും ഇല്ല. നമ്മൾ എർത്തിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞു. ആ എർത്തിങ്ങിന്റെ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്താ? എർത്തുമായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്ന ബോഡിയുടെ എന്തിന് ചേഞ്ച് ഉണ്ടാവാം? മാസിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യം ജനറൽ ആയിട്ട് ചോദിക്കും, ചാർജിങ് നടക്കുന്ന സമയത്ത് ബോഡികളുടെ മാസിന് മാറ്റം ഉണ്ടാവും. നമ്മൾ എന്തായിരുന്നത്? മാസ് ചേഞ്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, കണ്ടക്ഷൻ മെത്തേഡ് ചെയ്ത സമയത്ത് നമുക്കറിയാം എന്താ? കണ്ടക്ഷൻ മെത്തേഡിൽ ഒരു ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പോസിറ്റീവ്ലി ചാർജ് ബോഡി ഉപയോഗിച്ചു. നെഗറ്റീവ് ആക്കാനോ നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ തന്നെ കൊണ്ടുവന്നു. എന്നാൽ ഇൻഡക്ഷൻ മെത്തേഡിൽ എന്ത് ചെയ്തു? ഒരു ബോഡിയെ പോസിറ്റീവ് ആക്കാൻ എന്ത് കൊണ്ടുവന്നു? ഒരു നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ കൊണ്ടുവന്നു. അതായത് ഓപ്പോസിറ്റ്ലി ചാർജ് ബോഡിയെ കൊണ്ടുവന്ന എവിടെ ഉപയോഗിച്ചത്? ഇൻഡക്ഷൻ മെത്തേഡ്. എന്നാൽ സിമിലർ ചാർജ് ബോഡിയെ കൊണ്ടുവന്ന എവിടെ ഉപയോഗിച്ചത്? കണ്ടക്ഷൻ മെത്തേഡ്. അതൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല, എടുത്ത് പറയണ്ട, നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി.